നമസ്കാരം, ഞാൻ ഡോക്ടർ രാജി, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് ജി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വൃക്കരോഗം നമ്മുടെ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അനുദിനം വൃക്കരോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വൃക്കരോഗത്തെപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് കിഡ്നി ഡേ, അതായത് ലോക വൃക്ക ദിനം, എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ആചരിക്കുന്നത്. ഈ വർഷം നമുക്ക് മാർച്ച് 14 നമ്മുടെ വേൾഡ് കിഡ്നി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേയുടെ തീം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കകൾ, വൃക്കരോഗത്തിൻ്റെ ചികിത്സ എല്ലായിടത്തും ഒരുപോലെ ലഭ്യമാക്കുക, വൃക്കരോഗത്തിൻ്റെ മരുന്നുകളുടെ ലഭ്യതയും ഉപയോഗവും ക്രമപ്പെടുത്തുക എന്നതാണ്. എന്ന് വെച്ചാൽ ഈ തീം വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൃക്കരോഗത്തെ പറ്റിയുള്ള ധാരണ നമ്മുടെ സമൂഹത്തിൽ നന്നായി സ്പ്രെഡ് ചെയ്യണം. അതിനുവേണ്ടി നാം ചെയ്യാനുള്ളത്, ആദ്യം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വൃക്കരോഗം എന്താണ്, വൃക്കരോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണം. നമ്മൾ ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേ തീമിൽ പറയുന്നത് പോലെ എല്ലാവർക്കും, നമ്മുടെ സമൂഹത്തിലെ ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും നമ്മുടെ വൃക്കരോഗത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ചികിത്സകൾ നമ്മുടെ സിറ്റിയിലൊക്കെ അവൈലബിൾ ആകുന്നത് പോലെ എല്ലാവർക്കും ലഭ്യമാകണം. വൃക്കരോഗത്തിൻ്റെ മെഡിസിൻസ് കുറഞ്ഞ ചിലവിൽ എല്ലായിടത്തും ഒരുപോലെ ലഭ്യമാക്കുക എന്നതും ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേയുടെ തീമിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് വൃക്കരോഗത്തിൻ്റെ പ്രധാന കാരണങ്ങളെപ്പറ്റി നോക്കാം. നമ്മുടെ ഇന്നത്തെ വൃക്കരോഗത്തിൻ്റെ പ്രധാന ബർഡൻ എന്ന് വെച്ചാൽ ക്രോണിക് കിഡ്നി ഡിസീസാണ്. ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ പ്രമേഹവും രക്തസമ്മർദ്ദവുമാണ്. പ്രമേഹം എന്ന് വെച്ചാൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന, നിയന്ത്രണം അല്ലാത്ത രീതിയിലുള്ള പ്രമേഹ രോഗമാണ് വൃക്കരോഗത്തിലേക്ക് നയിക്കുന്നത്. ഇതുകൂടാതെ ഹാർട്ട് ഡിസീസ്, അമിതവണ്ണം എന്നിവയും വൃക്കരോഗത്തിലേക്ക് നയിക്കും. പാരമ്പര്യ വൃക്കരോഗങ്ങളായ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ മെംബ്രെയിന് ഡാമേജ് വരുന്ന ക്രോണിക് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് എന്ന് മാത്രമല്ല, അടിക്കടി ഉണ്ടാകുന്ന മൂത്രാശയത്തിലെ കല്ലും ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് നയിക്കും. ഇനി നമുക്ക് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കാലിൽ നീര് വരിക, കണ്ണിന് ചുറ്റും നീര് വരിക, ശ്വാസമുട്ട് അനുഭവപ്പെടുക, യൂറിൻ്റെ അളവ് കുറയുക, ഇവയെല്ലാം വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ മൂത്രം പതഞ്ഞു പോവുക, മൂത്രത്തിലൂടെ രക്തം നഷ്ടപ്പെടുക, സാധാരണയിൽ കഴിഞ്ഞ ക്ഷീണം തോന്നുക, ആഹാരത്തിനോട് തീരെ താല്പര്യമില്ലായ്മ തോന്നുക, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക, ഹീമോഗ്ലോബിൻ ഒത്തിരി കുറയുക, വിളർച്ച അനുഭവപ്പെടുക, ചെറിയ രീതിയിൽ തട്ടലും മുട്ടലും ഉണ്ടാകുമ്പോൾ തന്നെ ബോൺസിന് ഫ്രാക്ചർ ഉണ്ടാകുക, പുതിയതായി BP റെക്കോർഡിംഗ് കൂടുതലായി കാണിക്കുക, അതായത് റീസെൻ്റ്ലി ഡിറ്റക്റ്റഡ് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും കൂടാതെ തന്നെ വേറെ ഒരു ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ വൃക്കരോഗം ഉണ്ടാകാം. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൃക്കരോഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയതിനാൽ വൃക്കരോഗത്തിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് പ്രമേഹവും രക്തസമ്മർദ്ദവും അമിതവണ്ണവും ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ള വ്യക്തികൾ കൃത്യമായ ഇടവേളകളിൽ അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോഴെങ്കിലും ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവലും ഹീമോഗ്ലോബിൻ ലെവലും നോക്കേണ്ടതും, യൂറിൻ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കേണ്ടതിൻ്റെയും ആവശ്യകതയുണ്ട്. ഇനി നമുക്ക് വൃക്കരോഗം എങ്ങനെ തടയാമെന്ന് നോക്കാം. നന്നായി വെള്ളം കുടിക്കണം. എസ്പെഷ്യലി ഈ ചൂട് കാലത്ത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രോണിക് കിഡ്നി ഡിസീസുള്ള വ്യക്തി, സപ്പോസ് അവർക്ക് കാലിൽ നീര് വരുന്ന അവസ്ഥയുണ്ട്, ശ്വാസമുട്ട് വരാറുണ്ട്, അനുബന്ധമായിട്ട് ഹാർട്ട് ഡിസീസ് ഉണ്ട്, അങ്ങനെയുള്ള വ്യക്തികൾ ഡോക്ടറുടെ നിർദ്ദേശത്തിന് അനുസരിച്ചിട്ടുള്ള ലിമിറ്റിൽ മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. ഇതുകൂടാതെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. ഇതെല്ലാം വൃക്കരോഗത്തെ തടയാൻ സഹായിക്കും. NSAIDs ഗ്രൂപ്പിലുള്ള പെയിൻ കില്ലേഴ്സ്, അതായത് ഡൈക്ലോഫിനാക്, അസക്ലോഫിനാക്, മെഫ്താൽ, ബ്രൂഫിൻ, കീറ്റോറലാക് എന്നീ മെഡിസിൻസ് വൃക്കകൾക്ക് നല്ല തകരാറുണ്ടാക്കും. ഈ മരുന്നുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ഉപ്പിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക. ഇതുകൂടാതെ പ്രമേഹ രോഗികൾ കൃത്യമായ ഇടവേളകളിൽ ഷുഗർ ചെക്ക് ചെയ്യുകയും അതിൻ്റെ മെഡിസിൻസ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതും ആവശ്യകതയുണ്ട്. വൃക്കരോഗികൾക്ക് എല്ലാ രോഗികളും കഴിക്കുന്ന പോലെ എല്ലാ മെഡിസിൻസും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും സാധാരണ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ അളവ് കുറയ്ക്കുകയോ ചില മെഡിസിൻസ് കഴിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് വൃക്കരോഗമുള്ളവർ വേറെ ഒരു ഡോക്ടറെ കാണുമ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, ക്രിയാറ്റിൻ കൂടുതലുള്ള അവസ്ഥയുണ്ടെങ്കിൽ അവരോട് പറയേണ്ട കാര്യമുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ ഒരു പരിധിവരെ വൃക്കരോഗം വരാതിരിക്കുന്നത് തടയാം.
അഥവാ വൃക്കരോഗം ഉണ്ടെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്ത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് എത്തുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ നമ്മുടെ കിഡ്നികളാണ്. ആയതിനാൽ എല്ലാ അവയവവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് കിഡ്നികളുടെ ആരോഗ്യം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വൃക്കകളുടെ ആരോഗ്യത്തിനായി നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താം. താങ്ക് യു.